സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം അതിനായിട്ട് വേണ്ടത് റവയും തേങ്ങയും ജീരകവും ഉപ്പ് ചെറിയ ഉള്ളി ഇത്രയും മതി. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ കടയിൽ നിന്ന് റോസ്റ്റ് ചെയ്ത റവയാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്തില്ല, കുറച്ച് ബാക്കി വെച്ചിരുന്നു. ഇനി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പിൻ്റെ പകുതി, അപ്പോൾ അതായത് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാനുണ്ട്. അപ്പോഴേക്കും റവയൊക്കെ ഒന്ന് കുതിർന്ന് വരും, വെള്ളം വറ്റിയിട്ടുണ്ടാവും. അപ്പം ബാക്കി വെള്ളം കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, റവ നല്ല കുതിർന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതായത് 1/2 ടീസ്പൂണും മുഴുവനും പിന്നെ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞ് കൈകൊണ്ടൊന്ന് ഞെരടിയതിന് ശേഷം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 കപ്പ് തേങ്ങ ചിരവിയത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫ്രൈങ് പാനിൽ ഇങ്ങനെ പരത്തി ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിക്നെസ് കുഴപ്പമില്ല. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെക്കണം. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തവി നിറച്ച് ഈ നമ്മൾ തയ്യാറാക്കി വെച്ച റവക്കൂട്ട് വെച്ച് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. വല്ലാതെ പരത്തണമെന്നില്ല. ഈ സമയത്ത് ഉപ്പ് ഇത് ഒഴിക്കുന്നതിന് മുമ്പ് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. ഇനി ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഒരു മീഡിയത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ട് വശങ്ങളൊക്കെ ഒന്നിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മേലെ കുറച്ച് മറിച്ചിടുന്നതിന് മുമ്പ് മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഇത് മറിച്ചിട്ടതിന് ശേഷം മൂടി വയ്ക്കാം. മറുപുറവും ഒന്ന് മൊരിയിച്ച് എടുക്കാം. ഇതുപോലെ കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതേ റെസിപ്പി തന്നെ ഞാൻ മുൻപ് കുറച്ച് പരത്തിയ മോഡലിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇടുന്നത്, ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വല്ല ചട്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുടെ കൂടെ കഴിക്കാം. പിന്നെ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലായിരിക്കും ഒരു ടെൻഷനും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. എന്ത് ചെയ്യും, എന്ത് കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാവണം. എപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ മടുക്കും. അപ്പം അതിനൊരു വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത രുചിയിൽ നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരം, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ. റവ, ഉള്ളി, ജീരകം, തേങ്ങ ഇത്രയും മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് തിന്നായിട്ട് ഫ്രൈങ് പാനിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കട്ടിയിൽ ചെയ്തു എന്നുള്ളൂ. ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കറികളൊന്നും ചട്നിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്.
ഇതിൽ നമ്മൾ പച്ചമുളകോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കും പേടിക്കാതെ തന്നെ കഴിക്കാം. പച്ചമുളകൊന്നും ഇടയിൽ കടിക്കൊന്നുമില്ല. സ്കൂളിലേക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തയക്കാൻ ബെസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്